ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ളതാണ്. എനിക്കില്ലാത്തൊരു സ്കില്ലാണ്, നിങ്ങൾക്കും ഉണ്ടാവില്ല, നമുക്കത് അറിഞ്ഞൂടാ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര വലിയ ബുദ്ധിമാനായാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും നിങ്ങളുടെ കണ്ടുപിടുത്തം മറ്റൊരാൾക്ക് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ആവത്തില്ല. ഓക്കെ, സോ റീസെൻ്റ് ആയിട്ട് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, സ്കിൽസ് ഓഫ് മൈ ലൈഫ്, സീറോ ടു റൈസ് അപ്പ് സ്കിൽസ് ഓഫ് മൈ ലൈഫ്. ഓക്കെ, അതടക്കം നോക്കി വായിക്കേണ്ട ഒരു അവസ്ഥയാണ്. സോ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തെടുക്കണമെങ്കിലോ, ആ സാധനം ബിൽഡ് ചെയ്തെടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേജിലൊക്കെ പോയിട്ട് പ്രസംഗമൊക്കെ പ്രസംഗിക്കാമെന്ന് വെച്ചോ, അവിടെ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഫ്ലുവൻസ്, നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ലീഡർ കമ്മ്യൂണിക്കേഷൻ ഈസ് മസ്റ്റ് സ്കിൽ. ആൻഡ് ഇപ്പം എന്താ പറയുക, ഇപ്പം നിങ്ങളൊരു ബിസിനസ് മാൻ ആണെന്ന് വെച്ചോ, ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചായിരിക്കും അവർ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവൽ, നിങ്ങളുമായിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ കൂടും. പൈസ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അത് സുരക്ഷിതമാണ്, പെട്ടെന്നൊന്നും അങ്ങനെ മുറിച്ച് കളയത്തില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് വരും. അതുപോലെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യത്തിൽ ഈ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലേ, അപ്പോഴും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയണം എന്നല്ല, പ്രായപൂർത്തിയായിട്ടുള്ള ചെക്കന്മാർക്കൊക്കെ അത് അറിയുമായിരിക്കും. ലൈക്ക് കല്യാണം അല്ല, ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരുടെ അടുത്തൊക്കെ പോയി പറയുമ്പോഴേ, അല്ലെങ്കിൽ പെൺകൊച്ചുങ്ങൾക്കായാലും പെൺപിള്ളേർക്കായാലും ഇപ്പോൾ ഒരു ചെക്കനെ ഇഷ്ടമാണെന്ന് വീട്ടിൽ പറയാൻ പോകുന്ന ആ ഒരു സമയം, അവിടെയൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, സോ ഇപ്പം എന്താ പറയുക, യെസ്, സോ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊണൗൺസിയേഷനാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ളവർക്ക് അത് ഇതാക്കുക. ഓക്കെ, ചിലപ്പോൾ ചെറിയ അർത്ഥങ്ങളിൽ തന്നെ, സെയിം അർത്ഥങ്ങളിൽ തന്നെ ചിലപ്പോൾ ഒന്ന് എന്നിട്ട് പറഞ്ഞാൽ ഡാ ഡാ എന്തടാ, ആ ഒരു ഇതില്ലേ, ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കഴിഞ്ഞാൽ ഓക്കെ, അത് വളരെ മാറും. ഇപ്പോൾ പോടാ 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 മാറിയാ മാറ്റും. എന്തായാലും എൻ്റെ ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരു എക്സാമ്പിളിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ പീസ്, സമാധാനം വേണം ഗൈസ്, സമാധാനം. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച്, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ വെറുപ്പിക്കാതിരിക്കുക. ഓക്കെ, സോ വെറുപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവും. ഇതുപോലെ സ്പീഡിലും പറയാതിരിക്കുക. ഇത് ഒരുപാട് സ്പീഡൊന്നും അല്ല, ബട്ട് ഇത്ര സ്പീഡ് വേണ്ട ഗൈസ്. പിന്നുള്ളത് വോളിയം. ഒരുപാട് പയ്യെ സംസാരിച്ചാൽ ആർക്കും അത് കേൾക്കത്തില്ല. പയ്യെ സംസാരിച്ചാൽ കേൾക്കത്തില്ല. അതുപോലെ ഒത്തിരി ഒച്ചയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പബ്ലിക് നോയ്സൻസ് ആകും. ഓക്കെ, ഒത്തിരി ഒച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക്കലി ഒരു ചീപ്പ് എന്നുള്ള രീതിക്ക്, അവിടെ ഇപ്പോൾ എത്ര ഒരു 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 പേർക്കും കേൾക്കാവുന്ന രീതിയിൽ സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ സംസാരിക്കുന്നത് അവരൊക്കെ കേൾക്കാവുന്ന ആ ഒരു സൗണ്ടിൽ സംസാരിച്ചാൽ മതി. ചില സ്ഥലങ്ങളിൽ, ലൈക്ക് ചില റീജൻസിൽ വന്നിട്ട് അവർ എപ്പോഴും ഒത്തിരി ഒച്ചത്തിലാണ് സംസാരിക്കാറ്. ലൈക്ക് ആ റീജൻസിൽ അത് കുഴപ്പമില്ല, പക്ഷേ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരല്പം മോശം പിടിച്ച പരിപാടിയത്. പിന്നെ ഉള്ളത് ടോൺ. ഞാൻ പറഞ്ഞില്ലേ, ഈ ടോൺ മാറിയ പൊന്നു മോനെ സീനാണ്. ഇപ്പൊ ഈ ഇതില്ലേ, എടാ ഇപ്പൊ കിട്ടും മനസ്സിലായ? ഈ സെയിം സാധനം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രൊണൗൺസിയേഷന്റെ ആ ഒരു ഇതിലും ടോണിന്റെ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പ്രൊണൗൺസിയേഷൻ പിന്നെ ഇംഗ്ലീഷിലാണ് പിന്നെ ഒരുപാട് ഇതായിട്ട് വരുന്നത്. മലയാളത്തിൽ പിന്നെ നമുക്കൊക്കെ ഇതാവും, പക്ഷെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പ്രൊണൗൺസിയേഷൻ ഇസ് മസ്റ്റ് തിങ്, യു നീഡ് ടു നോ. ഓക്കേ,
ഇനി ബാരിയേഴ്സ് ഒന്നും വേണ്ട, പ്രാക്ടിക്കൽ എക്സസൈസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വേറെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് തരാം. PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ, വേണ്ടവർ ഡൗൺലോഡ് ചെയ്ത് വായിച്ചോ. സോ റീഡിങ് 10 minutes ഡെയിലി, ബുക്സ്, ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾ, ഫോക്കസ് ഓൺ പ്രൊണൗൺസിങ് ഈച്ച് വേർഡ്. സിമ്പിൾ സ്റ്റെപ്പാണ്. ഗുഡ് ലക്ക്. സോ റെക്കോർഡിങ് യുവർ സെൽഫ്, ഇതിനൊരു പേര് പറയും. ഓക്കെ, ഇപ്പോൾ റെക്കോർഡിങ് യുവർ സെൽഫ് ആൻഡ് ലിസൺ അൺലെസ് വേർഡ്സ് സ്പീച്ചസ്. അതല്ല, ആ തേങ്ങൊന്നുമല്ല. ഇതിനൊരു ഇത് പറയും, ജാം എന്ന് പറയും. ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്യും. ലൈക്ക് ഇപ്പം ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈറ്റ് ആൻ ആപ്പിൾ എവറി ഡേ, ഡോക്ടർ കീപ്സ് അവേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ പരിപാടി ഇല്ല. അതൊക്കെ അങ്ങനെ ഒരു ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഈസ് റെഡ്, ആപ്പിൾ ഈസ് ടേസ്റ്റി, ആപ്പിൾ ഈസ് ഷുഗറി ആൻഡ് ആപ്പിൾ ഈസ് വെരി മച്ച് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയത്തില്ല. എനിക്ക് വാക്കുകളില്ല, അതാണ് സത്യം. അപ്പം അങ്ങനെ ജസ്റ്റ് എ മിനിറ്റ്സ് നിങ്ങൾ ട്രൈ ചെയ്യുക. ആൻഡ് ജസ്റ്റ് എ മിനിറ്റ്സ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് വൊക്കാബുലറീസ് അല്ല, ഇംഗ്ലീഷ് ഫ്ലുവൻസീസ് ഒക്കെ കാര്യങ്ങൾ കിട്ടും. പിന്നെ ടങ് ട്വിസ്റ്റേഴ്സ്, കുന്തി ദേവി വേണ്ട. സത്യത്തിൽ ഞാൻ ഒരു പബ്ലിക് നോയ്സൻസ് ഉണ്ടാക്കുന്നില്ല. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ തന്നെ. അപ്പോൾ ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതാക്കുക. ആൻഡ് പ്രോപ്പർലി ബ്രീത്ത് ചെയ്തിട്ട് സംസാരിക്കുക. ലൈക്ക് അതായത് ഞാൻ പറഞ്ഞ് എത്തേണ്ട അവിടെ എത്തിച്ചിട്ട് അതിന് ശേഷം മാത്രം ഈ ലെവലിൽ പോവാതിരിക്കുക. ആൻഡ് ഇനി നമുക്ക് പറയാം, മാസ്റ്ററിങ് ദ ക്ലാരിറ്റി, ഇൻക്രീസ് യുവർ എബിലിറ്റി ഇൻ ഇൻഫ്ലുവൻസ് അതേഴ്സ്. ഓക്കെ, അത് സത്യമാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നാലും ഒന്നുകൂടെ പറയാം, നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക. സത്യസന്ധമായിട്ട് പറയാലോ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ ക്യാമറയുടെ ഉമ്മർത്ത് കോൺഫിഡൻസ് വരുത്താൻ വേണ്ടി ഞാൻ മുമ്പ് യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഞാൻ നടത്തിയിട്ടില്ല. കോൺഫിഡൻസ് എങ്ങനെ വരുത്തണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് നടത്തുകയാണ്. ഓക്കെ, ഒന്നും വിചാരിക്കരുത്, ലൈക്ക് അടിച്ചിട്ട് പോവുക. ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. അതാ സെക്കൻഡ് പോയിന്റ് കണ്ട. ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് ഇൻ എനി സെറ്റിങ്സ്, മേക്ക് പീപ്പിൾസ് വാണ്ട് ടു ലിസൺ യു. ഇപ്പോൾ ലൈക്ക് തൊപ്പിൻ്റെയൊക്കെ കാര്യം നിങ്ങൾ കണ്ടില്ലേ? അതായത് അവൻ്റെയൊക്കെ വീഡിയോ മുമ്പ് ഭയങ്കര തെറിവരെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ നോക്കി വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അത്യാവശ്യം അവൻ്റെ എന്താ പറയുക ലൈഫ്സൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇരുന്ന് പോവും. ആ ഒരു രീതിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആൾക്കാരിൽ എത്തിക്കുക. അത്രയും സിമ്പിളാണ്. ഓക്കെ, ഇത്രയും മതി. ഞാൻ iPhone SE ആണ്. ഓക്കെ, 3.8. എനിവേ നമുക്ക് സംസാരിക്കാം. സോ ബേസിക്കലി നിങ്ങൾ എന്തുകൊണ്ടൊക്കെയാണ് സംസാരിക്കേണ്ട കാര്യം പ്രോപ്പർ ആക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം പറയാം, ലൈഫിൽ ശരിക്കും നിങ്ങൾ എവിടെയും എത്താത്തൊരു രീതിക്കുള്ളൊരു ഫീല് വരും. പ്രോപ്പർലി മാക്സിമം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ആൻഡ് മാക്സിമം ഇമ്പ്രൂവിങ് മാത്രമല്ല, കുറച്ചുകൂടി അതൊരു എബോ ലെവലിൽ എത്തിക്കാൻ നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് എന്ത് സംസാരിച്ചാലും നിങ്ങൾക്കത് പറയാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ സ്റ്റക്കായി പോകും. പക്ഷെ അത് സ്റ്റക്കാവാതെ എന്നെ കൊണ്ടടക്കം പിടിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇതാക്കാൻ. ലൈക്ക് ഒരു ഇംഗ്ലീഷുകാരൻ വന്നു, ക്യാൻ യു ജസ്റ്റ് ടെൽ മീ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുന്നില്ലേ? സോ ആ ഒരു രീതിക്കൊക്കെ ഇതാവുന്നതിനും ബെറ്റർ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നോക്കി. അത് ഞാൻ മാത്രമല്ല, കാരണം ഇംഗ്ലീഷ് നമ്മുടെ മദർ ടങ് അല്ലല്ലോ. മലയാളത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയി പോകും പെട്ടെന്ന് ഒരാൾ വന്ന് അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ റെഡിയാക്കുക നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിൽഡ് അവർ സെൽഫ്. എല്ലാത്തിൻ്റെയും മെയിൻ കീന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനത് ബുക്കിൽ എഴുതിയിട്ടില്ല. മെയിൻ കീ ഈസ് കോൺഫിഡൻസ്. ഇതെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. ഇത്രയും ലൈഫ് സ്കിൽസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കീ എന്ന് പറയുന്നത് കോൺഫിഡൻസാണ്.
ഈ ഒരു സാധനം ഇല്ലാന്ന് വെച്ചോ, നിങ്ങൾ എന്ത് തേങ്ങ ചെയ്തിട്ടും കാര്യമില്ല, മൂഞ്ചല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മൂഞ്ചി 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 മൂഞ്ചില്ല ആ ലെവലിലാവും. സോ ബൈ ബൈ. ആൻഡ് ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആണ്. എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് എന്തെങ്കിലും സംസാരിക്കണം, ലൈക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതൊന്നും വിചാരിക്കരുത്. മര്യാദക്കുള്ള വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട്, അത് ഇതാക്കുക. ഇത് വെറുതെ ഞാൻ വായിട്ടലയ്ക്കുന്ന വീഡിയോ ആണ്. ബൈ ബൈ.